ഹലോ മുത്തുമണീസ്, ഇന്ന് നമ്മളൊരു അതിമനോഹരമായ റിസോർട്ടിലാണ് കേട്ടോ. പലർക്കും ഈ ഒരു വ്യൂ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഈ റിസോർട്ട് ഏതാണെന്ന്. നമ്മുടെ എറണാകുളത്ത് നിന്ന് ജസ്റ്റ് ഒരു ½ ഡ്രൈവ് മാത്രമുള്ള കോതമംഗലത്തുള്ള ഒരു ബാലി വൈബ് തരുന്ന അടിപൊളി ഫാം സ്റ്റേ ആണിത്. ഞങ്ങളുടെ അറ്റിക് സ്യൂട്ടിൽ നിന്ന്, ഞങ്ങളുടെ റൂമിൽ നിന്നുള്ള ബാൽക്കണി വ്യൂ ആണ് കേട്ടോ ഇത്. നേർത്ത നനുത്ത മഴയുള്ളൊരു മനോഹരമായ പ്രഭാതം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ. ഇതാണ് നമ്മുടെ റിസോർട്ട് ഇൻടു ദ റൂട്ട്സ് ഫാം സ്റ്റേ. നേരെ നമ്മൾ എൻട്രൻസ് കഴിഞ്ഞാൽ കയറുന്ന ഒരു ചെറിയ പാർക്കിംഗ് സ്പേസ് ആണ് കേട്ടോ ഇവിടെ. ഒത്തിരി റൂംസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് തോന്നുന്നു ഈ പാർക്കിംഗ് സ്പേസ് തന്നെ ഇവർക്ക് ആമ്പിൾ ആണെന്ന്. നമ്മൾ കയറുമ്പോൾ തന്നെ ഒരു പഴയ കുഞ്ഞ് ഈ ഫാം ബേസ്ഡ് ടർബൈനൊക്കെയാണ് കാണുന്നത്. ഇവർ ഫാം ഹോം സ്റ്റേ ഇട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഫാം ബേസ്ഡ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ഇവരുടെ റിസപ്ഷൻ ഏരിയയിലേക്ക് എത്തും. ഞങ്ങൾക്ക് നല്ല അടിപൊളി ഫ്രഷ് പപ്പായ ഓറഞ്ച് മിക്സ്ഡ് ജ്യൂസ് ആണ് കേട്ടോ കിട്ടിയത്. ഇത് അവരുടെ അവിടെ ഇങ്ങനെ കുഞ്ഞൊരു കുടില് പോലെയൊക്കെ ഉണ്ട്. നമുക്ക് അവിടേക്ക് ഇരുന്ന് ഈവനിങ് ഒക്കെ സംസാരിക്കാം. 4 ടൈപ്പ് ഓഫ് റൂംസ് ആണ് ഇവർക്കുള്ളത്. ഗ്രാനറി എന്ന് പറയുന്ന ഒരു ഹെറിറ്റേജ് വില്ലയുണ്ട്, പിന്നെ ഒരു അറ്റിക് സ്യൂട്ട് ഉണ്ട്, പിന്നെ സുപ്പീരിയർ റൂംസ് ഉണ്ട്, ഗാർഡൻ വില്ലാസ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള വെറൈറ്റി നമുക്ക് ചൂസ് ചെയ്യാം. ഇവിടെ നടക്കുന്ന സ്ഥലമൊക്കെ ഭയങ്കര ഗ്രീനറി ആണ് കേട്ടോ. ഇതാണ് ഇവരുടെ സ്വിമ്മിംഗ് പൂൾ. അപ്പൊ കിഡ്സിന് സ്പെഷ്യൽ പൂളും അതുപോലെ തന്നെ നോർമൽ പൂളും ഉണ്ട്. അതും നല്ല പ്രൈവസി ആണ് കേട്ടോ. ഭയങ്കര നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആണ്, നീറ്റും ക്ലീനും വെൽ മെയിൻറ്റെയിൻഡ് ആണ്. ഇവര് പ്രോപ്പർ ക്ലീനിങ്ങും എല്ലാം നടത്തുന്നത് ഞങ്ങളിവിടെ കണ്ടു കേട്ടോ. ചെറിയ മഴ ഉണ്ടെങ്കിലും നല്ല ക്ലൈമറ്റ് ആട്ടോ. ശരിക്കും ഇത് കോതമംഗലം ആണോ എന്ന് പോലും സംശയിച്ചു പോയി, കാരണം അതുപോലെ ചെറിയ തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഇടയ്ക്കായിട്ട് ഇങ്ങനെ ഇരിക്കാനുള്ള കുഞ്ഞു ഊഞ്ഞാലുകളും സിറ്റിംഗ് സ്പേസുകളും ഒക്കെ ഉണ്ട് ഇവിടെ. ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ഇതൊരു ഫാം സ്റ്റേ എന്ന് പറയുന്ന പേര് കറക്റ്റ് ആണ്. കുറേ ഫ്രൂട്ട് പ്ലാന്റ്സും ഒക്കെ ഉണ്ട്. ഈ റംബൂട്ടാൻ, ഗുവാവ, അങ്ങനെ ഒത്തിരി ഫ്രൂട്ട് ട്രീസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പക്ഷെ എന്തോ ഞങ്ങൾ ചെന്ന സമയത്ത് ഈ ഫ്രൂട്ട് ട്രീസ് ഒന്നും ഫ്രൂട്ട് ഉണ്ടായിരുന്നില്ല. ഇതാണ് ഇവരുടെ റെസ്റ്റോറൻറ്റ് സ്പേസ് കേട്ടോ. നല്ലൊരു വലിയൊരു എന്താ പറയുക, വിശാലമായ റെസ്റ്റോറൻറ്റ് സ്പേസ് ആണ്. മോർണിംഗ് ഒക്കെ ഒത്തിരി പേരുണ്ടെങ്കിൽ ബുഫേ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഓൺ ടേബിളിൽ നമുക്കൊരു ബുഫേ പോലെ തന്നെ നമുക്കൊരു അലാക്കാട്ട് ആയിട്ടും എല്ലാം നമുക്ക് സെർവ് ചെയ്യും. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇവരുടെ ഈ ഒരു റെസ്റ്റോറൻ്റ് ആണെങ്കിലും നമ്മുടെ ആ നാടൻ ഒരു എസ്തെറ്റിക്സ് ലുക്കിലാണ് അവരത് ഉണ്ടാക്കിയിരിക്കുന്നതൊക്കെ. ഒത്തിരി സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഇതൊക്കെ കാണാൻ തന്നെ രസമായിരിക്കും. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാട്ടോ. നമ്മുടെ പണ്ടത്തെ എല്ലാ സ്വീറ്റ്സും ഇല്ലേ, ജീരകമിഠായി, കോലുമിഠായി, പല്ലിമിഠായി, പുളിമിഠായി, പിന്നെ പണ്ടത്തെ നാരങ്ങമിഠായി, അങ്ങനെ എല്ലാം. അയ്യോ എന്തോരം സ്വീറ്റ്സ് ആയിരുന്നു. തേൻ മിഠായി ഒക്കെ. അയ്യോ ഞാൻ ഇതിൽ നിന്ന് ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരുമ്പോൾ ലഞ്ച് കഴിക്കാൻ വരുമ്പോൾ ഒക്കെ ഞാൻ ഇതിൻ്റെ നിന്ന് ഓരോന്നെടുത്ത് കഴിക്കാറുണ്ട്. ഷുഗർ ലെവലൊക്കെ ഒന്ന് പീക്കാവൻ വേറെ ഒന്നും വേണ്ടെന്നറിയാം, പക്ഷെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ കഴിക്കാതിരിക്കാൻ പറ്റും അല്ലേ. അങ്ങനെ ഞങ്ങൾക്ക് നല്ലൊരു റെസ്റ്റോറൻറ്റ് ടൈം ആയിരുന്നു ഇവിടെ. ഇതെല്ലാം നല്ല രസമാട്ടോ. കണ്ടോ റംബൂട്ടാനൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് വിഴിഞ്ഞിട്ടേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളൊരു അടിപൊളി സ്റ്റേ ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് ബൈ പറഞ്ഞു.